ഹലോ, സിന്ദൂരപ്പൊട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. സൗപർണിക ശ്യാമിനെ വിളിക്കുന്ന സമയത്ത് അവൻ ബൈക്കിലാണുള്ളത്. സൗപർണികയോട് കാര്യം അന്വേഷിച്ചപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളിപ്പോൾ ക്ഷേത്രത്തിലേക്കല്ലേ പോകുന്നത്, ഞാനും നിങ്ങളുടെ കൂടെ അങ്ങോട്ടേക്ക് വന്നോട്ടെ. അപ്പോൾ അവനാകെ ഒന്ന് താല്പര്യമില്ലാത്ത മട്ടിലാണ് നിൽക്കുന്നത്. ഏയ്, നീയോ ക്ഷേത്രത്തിൽ വരാനോ? ആ അതെ ഏട്ടാ, അവിടെ നീലേട്ടനും ഇന്ദു ചേച്ചിയുടെ വീണ്ടും കല്യാണം നടക്കാൻ വേണ്ടി പോവുമല്ലേ, അത് കാണണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം തോന്നുന്നുണ്ട്. ഏയ് സൗപു, നിനക്ക് എന്താ ഈ പറ്റിയത്? അവർ തന്നെ ആരും അറിയാതെ അവിടെ രഹസ്യമായിട്ടാണ് കല്യാണം നടത്തുന്നത്, അല്ലാതെ കുടുംബക്കാരെയും ബന്ധുക്കാരെയൊക്കെ വിളിച്ചിട്ട് വലിയ ആർഭാട കല്യാണമൊന്നും അല്ല. ഞാൻ തന്നെ ആരും അറിയാതെ ഈ മാല അവിടെ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി മാത്രം പോകുന്നതാണ്. അതിൻ്റെ കൂടെ നീ കൂടെ വന്നു കഴിഞ്ഞാൽ പുറത്തറിഞ്ഞാൽ വലിയ പ്രശ്നമായിടും. വേണ്ടടാ, പ്ലീസ് പ്ലീസ് ശ്യാമേട്ടാ, ഞാനിവിടെ വന്നോട്ടെ. അവള് ചെറിയൊരു കൊഞ്ചലോടെ വാശി പിടിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ കൂടെയല്ലേ വരുന്നത്, ആർക്കും മനസ്സിലാവില്ല, പ്ലീസ് സൗപർണിക, പ്ലീസ് ഏട്ടാ. ഞാൻ പറയുന്നത് ദയവായിട്ടൊന്ന് കേൾക്കൂ. എനിക്ക് വേണ്ടിയിട്ടാണെങ്കിലും നമുക്ക് വേണ്ടിയിട്ടാണെങ്കിലും അവർ രണ്ടുപേരും എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടെങ്കിലും ഞാൻ വരാം. അന്ന് കാട്ടിനുള്ളിൽ അവർ രണ്ടുപേരും ഉണ്ടായിരുന്നില്ലെങ്കിൽ എൻ്റെ ജീവിതം തന്നെ നശിച്ചു പോവായിരുന്നു. പ്രതീക്ഷിക്കാതെയാണ് സൗപർണിക അങ്ങനെ പറഞ്ഞത്. അത് കേട്ടപ്പോൾ ശ്യാം ആകെ ഒന്ന് ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അവളുടെ ജീവിതം നശിക്കാനോ? അതിനു മാത്രം എന്താണ് അവിടെ കാട്ടിനകത്ത് സംഭവിച്ചത് എന്ന മട്ടിലാണ് അവൻ നിൽക്കുന്നത്. സൗപർണികയാണെങ്കിൽ അറിയാതെ വായിൽ നിന്ന് വീണു പോയതാണ്. പെട്ടെന്ന് അങ്ങനെ കേട്ടപ്പോൾ ആകെ ഒരു ഷോക്കായ രീതിയിലാണ് ശ്യാമ തിരിച്ച് മറുപടി പറയുന്നത്. എന്താ പറഞ്ഞത്? ജീവിതം തന്നെ നശിച്ചു പോവായിരുന്നെന്നോ? അതെന്താ താൻ അങ്ങനെ പറഞ്ഞത്? പെട്ടെന്നാണ് സൗപർണികയ്ക്കും അവൾ പറഞ്ഞതിലുള്ള അബദ്ധം മനസ്സിലായത്. ഇല്ല, അതങ്ങനെയല്ല. ഞാൻ വീണ് കിടന്നപ്പോൾ അവർ വന്ന് രക്ഷിച്ചില്ലേ, അവിടെ വെച്ച് വല്ല വന്യമൃഗങ്ങളും എന്നെ കടിച്ച് കീറിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അവൾ നിർത്തുകയാണ്. ഓ, നീ അതാണ് ഉദ്ദേശിച്ചത്. ശരി, ശ്യാം അതിനെ നിസ്സാരവൽക്കരിക്കുകയാണ്. ശരി, എങ്കിൽ നീ പോയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് റെഡി ആയിട്ട് നിൽക്കുക, ഞാൻ വന്നിട്ട് നിന്നെ കൂട്ടാം. പിന്നെ മാല വരെ എൻ്റെ കയ്യിലാണുള്ളത്, അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ പോവേണ്ടതാണ്. അത് കേട്ടപ്പോൾ സൗപർണിക്ക് വല്ലാത്ത സന്തോഷമായി, അവൾ കൂടി പോകുന്നത് ഓർത്തിട്ട്. ശരി, ഞാൻ ഇപ്പം തന്നെ പോയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് സൗപർണിക കോൾ കട്ട് ചെയ്യാണ്. ശ്യാമാണെങ്കിൽ അവളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും തിരിച്ച് വീട്ടിലോട്ടേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് ബാൽക്കണിയിൽ നിന്നുകൊണ്ടാണ് രാധിക കാണുന്നത് ശ്യാമിനെ. അപ്പോൾ അവൾക്ക് വല്ലാത്ത സന്തോഷമായി. നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്ന ദൈവം നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതുപോലെ ഞാൻ ആഗ്രഹിച്ച ആൾ എനിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടല്ലോ, നന്ദി ദൈവമേ. ഈ ഒരു കാര്യം ഇവനോട് പറഞ്ഞു എന്ന് വെക്ക്. ഇന്ദുവിനെയും രുക്മിണിയുടെ കുടുംബവും അവൻ തന്നെ നശിപ്പിച്ചോളും. രാധികയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നുവാണ്. ശ്യാമ് ധൃതി പിടിച്ചിട്ട് അകത്തേക്ക് നടക്കുകയാണ്. അവൻ്റെ കയ്യിലാണെങ്കിൽ മാല ഇരിക്കുന്ന ബാഗും ഉണ്ടായിരുന്നു. പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി വന്നിട്ട് രാധിക പറയാണ്, ഒരു നിമിഷം. അപ്പോൾ അവനാണെങ്കിൽ ചിന്തിക്കുന്നുണ്ട്, ദൈവമേ, ഇവളെന്തിനാ എൻ്റെ അടുത്തേക്ക് വരുന്നത്? കയ്യിലുള്ള മാല കണ്ടിട്ടായിരിക്കോ? ശരി, ദൈവത്തിന് വേണ്ടി വാങ്ങിച്ചതാണെന്ന് പറഞ്ഞിട്ട് തൽക്കാലം പിടിച്ചു നിൽക്കാം. രാധിക തനിക്ക് നേരെ വരുന്നത് കണ്ടപ്പോൾ ശ്യാമിനാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. എന്താ? എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കണം. എന്നോടോ? ആ, കുറച്ചൊന്ന് അങ്ങോട്ട് മാറി നിൽക്കാമോ? ശ്യാമ് വലിയ താല്പര്യമൊന്നുമില്ലാത്ത മട്ടിൽ തന്നെയാണ് അപ്പോഴും നിൽക്കുന്നത്. എന്നാലും രാധിക പറഞ്ഞ സ്ഥിതിക്ക് കുറച്ച് അങ്ങോട്ടൊന്ന് മാറി നിൽക്കുകയാണ്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, നോക്കൂ, ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് കുറച്ചൊരു അതിശയകരം തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ തന്നെ പ്രയാസമായിരിക്കും. ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് വിശ്വസിക്കാൻ പോലും തോന്നില്ല. പക്ഷേ ഞാൻ പറയാൻ വേണ്ടി പോകുന്ന കാര്യം സത്യങ്ങളുടെ സത്യമാണ്. ഇതറിഞ്ഞ ആ നിമിഷം മുതൽ എങ്ങനെയെങ്കിലും ഇത് നിങ്ങളെ അറിയിക്കണമെന്ന് എനിക്ക് വല്ലാത്തൊരു വിങ്ങലായിരുന്നു. ശ്യാമിന് ചെറുതായിട്ടൊരു ഈർഷ്യ തോന്നുന്നുണ്ടായിരുന്നു. അവൻ പറയുന്നുണ്ട്, നോക്കൂ, നിങ്ങളിങ്ങനെ ബിൽഡപ്പ് ചെയ്യാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയൂ. ശരി, ഞാൻ നിങ്ങളോട് നേരിട്ട് തന്നെ ചോദിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ വൈഫ് സൗപർണികയെ പറ്റി എത്രത്തോളം അറിയാം? സൗപർണികയെക്കുറിച്ചാണ് രാധികയുടെ ചോദ്യം എന്ന് കേട്ടപ്പോൾ കുറച്ചുകൂടി ദേഷ്യം തോന്നുവാണ് അവന്. അവൻ പറയുന്നുണ്ട്, എൻ്റെ ഭാര്യയെക്കുറിച്ച് എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അത് കേട്ടപ്പോൾ രാധികയ്ക്ക് ശരിക്കും ദേഷ്യവും ചിരിയാണ് വരുന്നത്. ആ അതെ അതെ അറിയാം എന്നൊരു മട്ടിൽ അവിടെ നിൽക്കുകയാണ്. അതിനുശേഷം അവൻ ചോദിക്കുന്നുണ്ട്, ശരി, നിങ്ങളെന്തിനാ ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെക്കുറിച്ച് അറിയാത്ത കാര്യങ്ങൾ പോലും എനിക്കറിയാമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. അത് കേട്ടപ്പോൾ ശ്യാമിന് ചിരി വരുവാണ്. തൻ്റെ ഭാര്യയെക്കുറിച്ച് തനിക്കറിയാത്തതായിട്ടില്ല എന്താ ഇവക്കറിയാവുന്നത് എന്ന മട്ടിൽ. എന്നിട്ട് അവൻ കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്, നോക്കൂ, നിങ്ങൾ പോയിട്ട് എന്തെങ്കിലും ജോലി ചെയ്യും. വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ ശ്യാം അവിടുന്ന് പോവാൻ തുനിഞ്ഞതും രാധിക വീണ്ടും പറയാണ്, ഒരു മിനിറ്റ് അവിടെ ഒന്ന് നിൽക്ക് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കൈ കയറി പിടിക്കുകയാണ്. എന്നിട്ട് അവൾ വീണ്ടും പറയുന്നുണ്ട്, നോക്ക്, സൗപർണിക ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അവളെക്കുറിച്ച് സംസാരിക്കാൻ നിങ്ങളാരാ? അവൾ തെറ്റ് ചെയ്തതും ശരി ചെയ്തതൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരു കല്യാണം കഴിഞ്ഞ പെണ്ണും ഭർത്താവും ജീവിക്കുന്ന വീട്ടിലെ അവളുടെ ഭർത്താവിനെ മോഹിച്ചുകൊണ്ട് ആ വീട്ടിൽ താമസിക്കുന്ന നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ? ഷോ, രാധികയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു.
ഇവനിപ്പോൾ എന്തിനാ ഇതിനിടയിൽ അതുകൊണ്ട് വന്നിട്ടെന്നുള്ള മട്ടിൽ അവൾ പറയാണ്, അത് എൻ്റെ പ്രശ്നമാണ്, അത് ഞാൻ നോക്കിക്കോളാം, നിങ്ങൾക്കൊരു നല്ല ചെയ്യാന്ന് കരുതിയിട്ടാണ് ഞാൻ വന്നത്, ഇല്ല എനിക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞിട്ട് പോവാനാണെങ്കിൽ തല കുത്തി താഴേക്ക് വീഴാൻ നോക്ക്, എനിക്കെന്താ എന്നും പറഞ്ഞിട്ട് ദേഷ്യത്തോടെ രാധിക അവിടെ നിന്ന് പോവാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ശ്യാമു പിന്നാലെ ചോദിക്കുകയാണ്, ശരി ഇപ്പം എന്താ നിങ്ങൾക്ക് എന്നോട് പറയാനുള്ളത്? കല്യാണത്തിന് മുമ്പ് നിങ്ങളുടെ ഭാര്യ മറ്റൊരുത്തനെ പ്രണയിച്ച കാര്യം നിങ്ങൾക്ക് അറിയാമോ? അതൊക്കെ പഴയ കഥയാണ്, അതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ അവളെ കല്യാണം കഴിച്ചത്. അപ്പോൾ രാധിക പരിഹാസത്തോടെ ചിരിച്ചുകൊണ്ട് പറയാണ്, അത് പഴയ കഥ തന്നെയാണ്, പക്ഷേ ഇപ്പോഴും അവൻ്റെ കൂടെ കോണ്ടാക്റ്റിലുണ്ടെന്ന് ഞാൻ പറയുകയാണെങ്കിൽ അത് പുതിയ കഥയല്ലേ? രാധിക പറഞ്ഞ കേട്ടതും ശ്യാമ ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. മനസ്സിലായില്ല, നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? അപ്പോൾ പിന്നെ രാധിക കുറച്ചൊന്ന് വെയിറ്റ് ഇടുകയാണ്. അവൾ പറയുന്നുണ്ട്, നിങ്ങളും നിങ്ങളുടെ ഭാര്യയും മാത്രമാണ് വയനാട്ടിലേക്ക് ടൂർ പോയതെന്നാണോ നിങ്ങൾ കരുതുന്നത്? പക്ഷേ നിങ്ങളുടെ ഭാര്യയുടെ മുൻ കാമുകനും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അത് കേട്ട സമയത്ത് ശ്യാമ ആകെ ഒന്ന് ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അവിടെ വെച്ച് അവർ തമ്മിൽ നടന്ന പ്രശ്നത്തിനിടയിൽ സൗപർണികയ്ക്ക് എന്തോ അപകടം സംഭവിച്ചു. ഈ കാര്യം നിങ്ങൾക്കറിയാമോ? അത്രയും നേരം രാധിക പറഞ്ഞതൊക്കെ കേട്ടിട്ട് ശ്യാമ ഒന്ന് ശരിക്കും ഞെട്ടിത്തരിച്ച് നിന്നതായിരുന്നു. പക്ഷേ പെട്ടെന്ന് അവനൊന്ന് ചിരിച്ചുകൊണ്ട് പറയാണ്, ആഹാ നന്നായിട്ട് നിങ്ങൾ കഥ പറയുന്നുണ്ടല്ലോ, നന്നായിട്ട് ചിന്തിക്കാനുള്ള കഴിവുണ്ട് നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ കളിയാക്കാൻ ശ്രമിച്ചപ്പോൾ രാധികയും വിട്ടുകൊടുക്കുന്നില്ല. ശരി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചിത്രത്തോടു കൂടി വീഡിയോ തന്നെ കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് അവൾ അവളുടെ ഫോൺ എടുത്തിട്ട് ഇന്ദുവും നീലനും തമ്മിൽ സംസാരിച്ചത് അവൾ ഷൂട്ട് ചെയ്ത ഭാഗങ്ങൾ അവർ കാണിച്ചു കൊടുക്കുവാണ്. ഇന്ദു നീലനോട് സംസാരിക്കുന്നതാണ് ആദ്യം തന്നെ ശ്യാമു കേൾക്കുന്നത്. അതിനുശേഷം ശ്യാമുമായിട്ടുള്ള സൗപർണികയുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴാണ് ആ വൃത്തികെട്ടവൻ സൗപർണികയോട് മോശമായിട്ട് പെരുമാറിയതും അവൾക്ക് അവനിൽ ഗർഭം ഉണ്ടായതും ഒക്കെ നമ്മൾ അറിഞ്ഞത്. അത് കേട്ട സമയത്ത് ശ്യാമു ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. കാരണം ഇത്തവണ കേൾക്കുന്നത് അവൻ ഏറ്റവും അധികം വിശ്വസിക്കുന്ന ഇന്ദുവിൻ്റെ നാവിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അവനത് അത്രയും സീരിയസ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇന്ദു ബാക്കി നിലനോട് പറഞ്ഞു കൊടുക്കുകയാണ്, അവളുടെ ഗർഭത്തെ നശിപ്പിക്കാമെന്ന് കരുതിയ സമയത്താണ് ഒരു ആക്സിഡൻറ്റിൽ അവളുടെ ഗർഭം തന്നെ നഷ്ടപ്പെട്ടു പോയത്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇന്ദു പറഞ്ഞതിനേക്കാളും വലിയ തെളിവൊന്നും ശ്യാമിനി മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ മറ്റൊരു ലോകത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ശരിക്കും അവൻ തകർന്നു പോയ അവസ്ഥയിലാണ് നിൽക്കുന്നത്. അവസരം മുതലാക്കിയിട്ട് രാധികയാണെങ്കിൽ എരുതിയിൽ എണ്ണ ഒഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തു തന്നെയായാലും നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു പാവം തോന്നി. കാരണം ഈ ഒരു കുടുംബത്തിന് വേണ്ടിയാണല്ലോ നിങ്ങൾ നിങ്ങളുടെ ജീവിതം മുഴുവൻ ഉടച്ച് സമ്പാദിച്ച് തീർക്കുന്നത്. അപ്പോൾ പിന്നെ ഈ ഒരു സത്യം നിങ്ങളെ അറിയിക്കാതിരിക്കാൻ എന്നെ കൊണ്ട് സാധിച്ചില്ല. അതല്ലാതെ നിങ്ങളെ വേദനിപ്പിക്കണമെന്ന് കരുതിയിട്ടല്ല ഞാൻ ഈ വീഡിയോ നിങ്ങളെ കാണിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ശ്യാമു പോലും അറിയാതെ അവൻ്റെ കയ്യിലിരുന്ന് അവളുടെ ഫോൺ അവൾ വാങ്ങിക്കുകയാണ്. പക്ഷേ ശ്യാമു ശരിക്കും ഇതൊന്നും അറിയുന്നേ ഉണ്ടായിരുന്നില്ല. അവൻ വേറെതൊരു ലോകത്തെത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് രാധിക പറയുന്നുണ്ട്, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് തന്നെ നന്നായിട്ട് അറിയാലോ. ശ്യാമു ശരിക്കും തകർന്നു പോയ അവസ്ഥയിലാണ് അകത്തേക്ക് പോകുന്നത്. ശ്യാമു പറഞ്ഞ പ്രകാരം അവിടത്തേക്ക് പോകാൻ വേണ്ടി ഡ്രസ്സ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് സൗപർണിക. ആ സമയത്താണെങ്കിൽ അവൻ മുറിയിലേക്ക് കടന്നു ചെന്നത്. അവൻ ശരിക്കും മറ്റൊരാളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ശ്യാമ മുറിയിലേക്ക് കടന്നു വന്നപ്പോൾ സൗപർണിക സാധാരണ പോലെ സംസാരിക്കുകയാണ്. ആഹാ ഇത്ര പെട്ടെന്ന് എത്തിയോ? 2 മിനിറ്റ് കൂടി, ഞാൻ ഇപ്പം തന്നെ റെഡി ആയിക്കോളാം. പക്ഷേ അവൻ അതൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയ മാനസികാവസ്ഥയിലായിരുന്നില്ല. അവൻ അവളെ ഒരു അപരിചിതയെ പോലെയാണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. പക്ഷെ അതൊന്നും അറിയാതെ സൗപർണികയാണെങ്കിൽ ബെഡിലുണ്ടായിരുന്ന പൂവെടുത്തിട്ട് അവർ കാണിച്ചു കൊടുക്കുകയാണ്. ഈ മുല്ലപ്പൂ ഒന്ന് എൻ്റെ തലയിൽ വെച്ച് തരാമോ? സൗപർണിക ഇപ്രാവശ്യം ശരിക്കും ശ്യാമിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടായിരുന്നു. അവൾ വീണ്ടും ആ പൂവ് കാണിച്ചുകൊണ്ട് അവനോട് പറയാണ്, ഇന്നാ ഈ പൂവ് എൻ്റെ തലയിലേക്ക് വെച്ചതാ. പക്ഷെ അപ്പോഴാണ് അവളും അവൻ്റെ മുഖത്തേക്ക് ശ്രദ്ധിച്ചത്. എന്നാലും അവൾ വീണ്ടും പറയുന്നുണ്ട്, ഇന്നാ ഈ പൂവ് വെച്ചതാ. എന്നിട്ട് അവൾ തന്നെ ചോദിക്കുകയാണ്, ഇതെന്താ ഇങ്ങനെ നോക്കുന്നത്? ശ്യാമിൻ്റെ നെഞ്ചിലേക്ക് കൈവച്ചുകൊണ്ട് അവൾ ചോദിക്കുകയാണ്, ഇതെന്താ നിങ്ങൾ ഒരുമാതിരി? അപ്പോൾ അവൻ വളരെ സീരിയസ് ആയിട്ടാണ് സംസാരിക്കുന്നത്. എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. അയ്യോ അതൊക്കെ നമുക്ക് വന്നിട്ട് സംസാരിക്കാം. നിങ്ങളല്ലേ പറഞ്ഞത് നല്ല സമയം മുഹൂർത്തം കഴിയുന്നതിന് മുമ്പ് നമുക്ക് അവിടെ എത്തണമെന്ന്. തിരിച്ചു വന്നിട്ട് സംസാരിച്ചാൽ പോരെ? അല്ല, ഇപ്പം തന്നെ സംസാരിക്കണം. അവൻ കുറച്ച് ഗൗരവത്തിലാണ് സംസാരിക്കുന്നത്. വളരെ ഗൗരവത്തോടു കൂടി അവൻ സംസാരിക്കുന്നത് കൊണ്ട് തന്നെ സൗപർണികയും കൂടുതൽ തർക്കിച്ചില്ല. ശരി പറയൂ. അപ്പോൾ അവൻ വളരെ പരിചിതമല്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. നമ്മുടെ കല്യാണത്തിന് മുമ്പ് നീ ഒരാളെ പ്രണയിച്ചിട്ട് അവൻ്റെ കൂടെ ഒളിച്ചോടി പോയിട്ടുണ്ടായിരുന്നില്ലേ? ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ സൗപർണിക ശരിക്കും തളർന്നു പോയിട്ടുണ്ടായിരുന്നു. കൂടുതലായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടെന്ന് കരുതിയിട്ട് അവൾ പറയാണ്, അതൊക്കെ പഴയ കഥകളല്ലേ, ഇപ്പം എന്തിനാ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്? പക്ഷേ പെട്ടെന്ന് സൗപർണിക പോലും അറിയാത്ത രീതിയിൽ ഞെട്ടിക്കുന്ന രീതിയിലാണ് തിരിച്ച് ശ്യാമു പ്രതികരിച്ചത്. എനിക്കതിനെക്കുറിച്ച് അറിയണം. അവൻ അലറി വിളിക്കുന്നത് പോലെയാണ് ചോദിച്ചത്. പെട്ടെന്ന് സൗപർണിക വല്ലാതെ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. അവൾ ഞെട്ടിക്കൊണ്ടാണ് അവനെ നോക്കുന്നത്. അവൻ്റെ മാറ്റം അവളെ വല്ലാതെ ഭയപ്പെടുത്തുന്നതായിരുന്നു.
അപ്പോൾ ശ്യാമ് പറയുന്നുണ്ട്, എനിക്കറിഞ്ഞേ പറ്റൂ. തൻ്റെ കയ്യിലുണ്ടായിരുന്ന മുല്ലപ്പൂ താഴെ വീണതുപോലും സൗപർണിക അറിഞ്ഞിട്ടില്ല. അവൾ ഭയന്ന ആ ഒരു നിമിഷം തന്നെയായിരുന്നു അതെന്ന് സൗപർണികയ്ക്ക് മനസ്സിലായി. ആ ഒരു രീതിയിലാണ് ഇത്തവണ ശ്യാമിൻ്റെ പ്രതികരണം. ഇപ്പം തന്നെ എനിക്കതിനെക്കുറിച്ച് അറിയണം. ഒരു പരിചയമില്ലാത്ത ഒരാളോട് സംസാരിക്കുന്നത് പോലെ ആയിരുന്നു ഇത്തവണ ശ്യാമ് സംസാരിച്ചത്. അവൻ്റെ പേരെന്താ? ആ ആ ജയദേവൻ. ജയദേവൻ, നീ ഇപ്പോഴും അവൻ്റെ കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണോ? നിനക്കിപ്പോഴും അവനുമായിട്ട് ബന്ധമുണ്ടോ? അപ്പം അവൾ പേടിച്ചിട്ട് പറയാണ്, എന്തിനാ നിങ്ങളിപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നത്? എപ്പോൾ ചോദിച്ചാലും ഇതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. നമ്മുടെ കല്യാണത്തിന് ശേഷവും നീ അവനുമായിട്ടുള്ള ബന്ധം വീണ്ടും പുലർത്തിക്കൊണ്ടിരിക്കുകയാണോ? സൗപർണിക ശരിക്കും ഭയന്നിട്ടുണ്ടായിരുന്നു. രക്ഷയ്ക്ക് പോലും ആരുമില്ല, ഇന്ദുവോ നീലനോ ആരും തന്നെ. അപ്പോൾ ശ്യാമാണെങ്കിൽ ദേഷ്യത്തോട് ചോദിക്കുകയാണ്, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് സത്യസന്ധമായിട്ട് മാത്രം മറുപടി പറയണം. അവൾ വല്ലാതെ ഭയന്ന് നിൽക്കുകയാണെങ്കിലും ഇത്തവണ അവൾ കള്ളം പറഞ്ഞില്ല. അതെ, കരഞ്ഞുകൊണ്ട് അവൾ സമ്മതിക്കുകയാണ്. അത് ശരിക്കും ശ്യാമിനെ ഒന്നുകൂടി തകർത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. വിക്കിക്കൊണ്ട് പിന്നീട് ശ്യാമ് ചോദിച്ചത്, അന്ന് അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയതിന് ശേഷം നീ ഗർഭിണിയായിരുന്നോ? ആ ചോദ്യം കേട്ടപ്പോൾ ശരിക്കും ഇത്തവണ സൗപർണിക ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ്. എന്താണോ ഇത്രയും കാലം താൻ തൻ്റെ ഭർത്താവിൽ നിന്നും മറച്ചു വെച്ചത്, ആ രഹസ്യം ഇപ്പോൾ തൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിക്കുകയാണ്. ഉത്തരം പറയാനാവാതെ കുഴങ്ങി നിൽക്കുകയാണ് സൗപർണിക. എന്നിട്ടും അവൾ കരഞ്ഞോട് പറയുന്നുണ്ട്, അതങ്ങനെയല്ല എന്ന് പറഞ്ഞപ്പോഴേക്കും അവൻ പൊട്ടിത്തെറിക്കുകയാണ്. അവൻ ദേഷ്യത്തോടെ സംസാരിച്ചുകൊണ്ടാണ് പറയുന്നത്, എനിക്കറിയേണ്ടത് സത്യസന്ധമായിട്ട് സംഭവിച്ച കാര്യങ്ങളാണ്. നീ ഗർഭിണിയായിരുന്നോ അല്ലയോ? അവൻ വളരെ പതുക്കെയാണ് ചോദിക്കുന്നത്. അവസാനം കരഞ്ഞുകൊണ്ട് അവൾ അതും സമ്മതിക്കുകയാണ്. അതെ, ഞാൻ ഗർഭിണിയായിരുന്നു. സൗപർണികയുടെ ഓരോ മറുപടിയും ശ്യാമിനെ അവളിൽ നിന്നും ഒരുപാട് ദൂരത്തേക്ക് മാറ്റിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. തല താഴ്ത്തി കരഞ്ഞുകൊണ്ട് ഓരോ തെറ്റുകളും ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കുന്നത് തൻ്റെ ഭാര്യയാണെന്ന് അവന് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവസാനം കരയുന്ന മട്ടിലാണ് അവൻ തിരിച്ചു ചോദിക്കുന്നത്, നിന്റെ ഏട്ടത്തിയമ്മ, നിന്റെ ചെറിയമ്മ, നിങ്ങൾ 3 പേരും ചേർന്നിട്ടാണ് ആ ഗർഭം നശിപ്പിച്ചത് അല്ലേ? അപ്പോൾ കരഞ്ഞുകൊണ്ട് സംഭവിച്ച കാര്യങ്ങളൊക്കെ സൗപർണിക പറഞ്ഞു കൊടുക്കുകയാണ്. ഇല്ല, ഗർഭം നശിപ്പിച്ചതല്ല, ചെറിയമ്മയാണ് ഗർഭം നശിപ്പിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോയത്. പക്ഷേ ഏട്ടത്തിയാണ് ഒരു കുഞ്ഞിനെ കൊല്ലുന്നത് പാപമാണെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് തിരിച്ചു കൂട്ടിക്കൊണ്ട് വന്നത്. പക്ഷേ അന്ന് വരുന്ന വഴിക്ക് ഒരു ആക്സിഡൻറ്റിൽ എന്നും പറഞ്ഞിട്ട് അവൾ പൊട്ടി കരയാണ്. ശ്യാമിന് എന്താണ് ഇനി മറുപടി പറയേണ്ടതെന്ന് അറിയാതെ അവൻ വായുടെ മേൽ കൈവച്ചിട്ട് കരഞ്ഞോണ്ട് നിൽക്കുകയാണ്. അവൻ ഒരുമാതിരി പൊട്ടരെ പോലെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ അറിഞ്ഞതൊക്കെ സത്യമായിരുന്നു. എല്ലാവരും അറിയാവുന്ന രീതിയിൽ നീ ഒരുത്തനെ പ്രണയിച്ച് അവൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി അവൻ്റെ കൂടെ ഇടപഴകി എന്നുള്ളത് സത്യം തന്നെയാണല്ലേ? അതും പോരാഞ്ഞ് അവൻ്റെ കൂടെ നീ ഇടപഴകിയതിൽ നീ ഗർഭിണിയാണെന്നത് സത്യമാണ്. ആ ഗർഭം നിങ്ങളെല്ലാവരും കൂടി നശിപ്പിച്ചു എന്നുള്ളതും സത്യമാണ്. മറുപടി പറയാനാവാതെ പൊട്ടി കരയുന്ന മാത്രമേ സൗപർണിക ചെയ്യുന്നുള്ളൂ. എല്ലാറ്റിലും ഉപരി ഇപ്പോഴും നീ അവനുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും സത്യമാണ് അല്ലേ? അവൻ കരയിൽ അടക്കി പിടിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അങ്ങനെയല്ല ഏട്ടാ. സൗപർണിക സത്യം അവന് പറഞ്ഞു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവൾക്കത് പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ശ്യാമ് സ്വയം പറയാണ്, അപ്പോൾ ആ ഒരു അടുത്തിടപഴകൽ കാരണമാണ് അവൻ നിന്നെ അന്വേഷിച്ചുകൊണ്ട് വയനാട് വരെ എത്തിയത് അല്ലേ? ഏതറ്റം വരെയാണോ ജയദേവൻ തൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നത് അത് മുഴുവൻ തൻ്റെ ഭർത്താവ് അറിഞ്ഞു എന്നുള്ളത് സൗപർണികയ്ക്ക് മനസ്സിലായി. അവിടെ വെച്ച് നിങ്ങൾ രണ്ടുപേരും തമ്മിലുണ്ടായ വാഗ്വാദത്തിലാണ് നിനക്ക് അപകടം സംഭവിച്ചത് അതല്ലേ? ഇതുവരെ ഞാൻ സംസാരിച്ച കാര്യങ്ങൾ മുഴുവൻ സത്യമല്ലേ? അങ്ങനെയല്ല ഏട്ടൻ പറഞ്ഞതിൽ പകുതി കാര്യങ്ങൾ സത്യമാണ്, അത് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ അവനുമായിട്ട് സംസാരിക്കുന്നതും അവനുമായിട്ട് അടുത്തിടപഴകുന്നതെന്ന് പറയുന്നതൊന്നും സത്യമല്ല ഏട്ടാ. അപ്പോൾ പിന്നെ അവൻ എന്തിനാ നിന്നെയും തേടിക്കൊണ്ട് വയനാട്ടിലേക്ക് വന്നത്? അട്ടഹസിച്ചുകൊണ്ടാണ് ശ്യാം സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പേടിച്ച് നിൽക്കാനേ സൗപർണികയ്ക്ക് സാധിക്കുന്നുള്ളൂ. എന്തിനാ അവൻ വന്നത്? ഒരു മറുപടിയും ഇല്ലാതെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അവള്. നീ വയനാട്ടിലേക്ക് പോയത് അവൻ എങ്ങനെ അറിയാം? താലി കെട്ടിയ ഭർത്താവിൻ്റെ കൂടെ ട്രിപ്പ് പോകുമ്പോൾ കൂടെ നീ നിന്റെ മുൻകാമുകനെ കൂടി വിളിച്ചു വരുത്തിയിരുന്നു അല്ലേ? ശ്യാമ് പരിഹാസത്തോടെയാണ് സംസാരിക്കുന്നത്. സത്യമായിട്ടും അങ്ങനെയല്ലേ ഏട്ടാ എന്നും പറഞ്ഞിട്ട് കരയാനേ അവൾക്ക് പറ്റുന്നുള്ളൂ. പ്ലീസ്, ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കൂ. മതി മതി മതി. അവൻ ദേഷ്യത്തോടെ അലറിക്കൊണ്ട് കൈകൊണ്ട് മതിയെന്ന് ആംഗ്യം കാണിക്കുകയാണ്. ഇനി താൻ എന്ത് പറഞ്ഞാലും ശ്യാമ് വിശ്വസിക്കില്ലെന്ന് അവൾക്ക് മനസ്സിലായി. ഇനി ഇതിനേക്കാളും കൂടുതലായിട്ട് ഞാനൊന്നും കേൾക്കാനോ ചോദിക്കാനോ ആഗ്രഹിക്കുന്നില്ല.
അവൻ സ്വയം അവൻ്റെ തലയിൽ അടിച്ചുകൊണ്ട് പറയാണ്, പൊട്ടനാ ഞാനൊരു പൊട്ടനാ. കല്യാണത്തിന് മുമ്പ് മറ്റൊരാളെ പ്രണയിക്കുന്നതൊക്കെ സാധാരണയാണെന്ന് പറഞ്ഞിട്ട് മണ്ഡപത്തിൽ ഇരിക്കുമ്പോൾ മറ്റൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോയ നിന്നെ വീണ്ടും ഞാൻ കല്യാണം കഴിച്ചില്ലേ? അത് നിന്റെ കുടുംബത്തോടുള്ള വിശ്വാസമായിരുന്നടി. പ്ലീസ് ഏട്ടാ, ഞാൻ പറയുന്നതൊന്ന് എന്നവൾ പറയുന്നുണ്ടെങ്കിൽ അതൊന്നും അവൾ ശ്രദ്ധിക്കുന്നില്ല. ആ വിശ്വാസത്തെ തന്നെ നീ ഉപയോഗപ്പെടുത്തിയല്ലോ. ആ വിശ്വാസം വെച്ച് തന്നെ നീ എൻ്റെ തലക്കടിച്ചല്ലോ. അവൻ കരഞ്ഞോണ്ട് പറയാണ്, ഇങ്ങോട്ട് നോക്കേട്ടാ പ്ലീസ്, ഞാൻ പറയുന്നതൊന്ന് ക്ഷമയോടെ നിങ്ങൾ കേൾക്ക്. ഞാൻ പറയുന്ന മറുപടികളിലെ അതേ എന്ന് മാത്രം കേട്ടുകൊണ്ട് നിങ്ങൾ തന്നെ എല്ലാത്തിനും ഓരോരോ തീരുമാനങ്ങൾ എടുക്കല്ലേ. എൻ്റെ ഭാഗത്തുള്ള ന്യായം ദൈവത്തെ ഓർത്തൊന്ന് കേൾക്ക് നിങ്ങൾ എന്നും പറഞ്ഞിട്ട് അവൾ അവൻ്റെ കാൽമുട്ടിന് മുന്നിൽ മുട്ടുകുത്തിയിരുന്നിട്ട് മാപ്പ് പറയാണ്. എനിക്ക് മാപ്പ് താ പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് അവൾ പൊട്ടി കരയാണ് അവൻ്റെ കാൽക്കല് മുട്ടുകുത്തിയിരുന്നിട്ട്. അപ്പോൾ ശ്യാം പരിഹാസത്തോടെ സംസാരിക്കുകയാണ്, നിന്റെ ഭാഗത്തുള്ള ന്യായോ? തെറ്റ് ചെയ്യുന്ന എല്ലാവരും അവരുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ന്യായം ഉണ്ടെന്ന് സ്വയം കണ്ടുവച്ചിട്ടാണ് തെറ്റുകൾ ചെയ്യുന്നത്. ആ ന്യായം നിനക്ക് വേണമെങ്കിൽ ശരിയായിട്ട് തോന്നിയേക്കാം, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പേരെന്താണെന്ന് അറിയാമോ എന്നും പറഞ്ഞിട്ട് അവൻ മുട്ടുകുത്തിയിട്ട് സൗപർണികയ്ക്ക് മുന്നിൽ ഇരിക്കുകയാണ്. അതിൻ്റെ പേരെന്താണെന്ന് അറിയാമോ? അതിന് മറുപടി ഇല്ലാതെ അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, വിശ്വാസവഞ്ചന. സൗപർണിക പൊട്ടി കരയാണ്. കല്യാണത്തിന് ശേഷവും പഴയ കാമുകരുമായിട്ട് നീ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നീ നിന്റെ കല്യാണം കഴിച്ച ഭർത്താവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ വിശ്വാസവഞ്ചനയാണത്. അവൾ ഒന്നിനും മറുപടിയില്ലാതെ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയല്ല ഏട്ടാ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും കേൾക്കാൻ പറ്റിയ മാനസികാവസ്ഥയിലായിരുന്നില്ല ശ്യാം. അവനെ എഴുന്നേറ്റ് നിന്നിട്ട് സ്വയം സങ്കടം സഹിക്കാനാവാതെ നിൽക്കുകയാണ്. അപ്പോൾ സൗപർണികയും അവൻ്റെ അടുത്ത് എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നുണ്ട്, ഏട്ടാ പ്ലീസ്, ഞാൻ പറയുന്നത് ഒരു മിനിറ്റ് ഒന്ന് കേൾക്ക് നിങ്ങൾ. ആ കൈ വിടുവിച്ചുകൊണ്ട് അവൻ തിരിച്ചു പറയാണ്, ഞാൻ നിന്നോട് ഒരേ ഒരു കാര്യം ചോദിക്കാം. കുറച്ചൊരു മനസാക്ഷി ഉണ്ടെങ്കിൽ അതിന് നീ മറുപടി താ. നീ പ്രണയിച്ചിട്ട് മറ്റൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോയതാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ വന്നതല്ലേ? അപ്പോഴെങ്കിലും അതിനേക്കാളും കൂടുതൽ ഞാൻ അവനുമായിട്ട് അടുത്തിടപഴകി ഗർഭിണിയായെന്ന് ഒരു പ്രാവശ്യമെങ്കിലും എന്നോടൊന്ന് പറഞ്ഞുകൂടായിരുന്നോ? അത്രയും സങ്കടത്തോടു കൂടിയാണ് അവൻ സംസാരിക്കുന്നത്. അവൻ്റെ സംസാരത്തിലെ സങ്കടം കേട്ടപ്പോൾ മറുപടി പറയാനാവാതെ പൊട്ടിക്കരയാണ് സൗപർണിക. അവൻ്റെ ആ ഒരു അവസ്ഥയ്ക്ക് താനാണല്ലോ കാരണക്കാരി എന്നത് ഓർക്കും തോറും സൗപർണിക കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ആ ഒരു മനസ്സാക്ഷി കൊണ്ടെങ്കിലും നിനക്കെന്നോട് സത്യം പറഞ്ഞിട്ടായിരുന്നോ? പക്ഷെ മറുപടി ഇല്ലാതെ നിൽക്കാനേ അവൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.